ഹലോ ഹാരിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയ വിശേഷങ്ങളിലേക്ക് നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായി സ്വാഗതം. രാവിലെ തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി നമ്മളെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. കിച്ചണിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ഗുലാബ് ജാമുനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഗുലാബ് ജാമുൻ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ വെയിറ്റ് വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. ഞാൻ 69 കിലോ ആണ്. എൻ്റെ ഹൈറ്റിന് 69 കിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തടി കുറക്കാനുള്ള ഒരു ഭയങ്കരമായ പ്രയത്നത്തിലാണ് ഞാനും എൻ്റെ ഇന്നുമോളും കേട്ടോ. ഇന്നുമോളും തടി അത്യാവശ്യം കൂടിയിരിക്കണം. അപ്പോൾ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച റാഗിയും ചെറുപയറും അരച്ചിട്ട് അതിലേക്ക് നമ്മൾ മല്ലിയില, സവാള, പച്ചമുളക് ഇത് ചേർത്ത് മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഡെയിലി 2 മുട്ടയും കഴിക്കും. ഇതൊക്കെ ടീച്ചർ കൂടെയും നമ്മൾ ടൂർ പോയി കഴിഞ്ഞാൽ വന്ന ശേഷം തുടങ്ങിയൊരു ശീലമാണ്. ടീച്ചർ മുട്ട കഴിപ്പത്ര, അപ്പോൾ ഞാനും മുട്ട കഴിക്കും. പിന്നെ കുട്ടികൾക്കും കൊടുക്കും. അങ്ങനെ ദിവസം ഒരു 6 മുട്ട വേണം. നല്ല ചിലവാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നുമോൾ നീറ്റ് വന്നപ്പോൾ ഞാൻ അവൾക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് ഓൾക്കും ബട്ടർ കോഫി ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചട്ടിക്ക് ഒഴിച്ച ദോശ ഫ്ലോപ്പായി പോയി കേട്ടോ. അപ്പോൾ നമുക്ക് എൻ്റെ ജാസ്തി കുട്ടി പറഞ്ഞിട്ടുണ്ട്, നല്ലെണ്ണ ചട്ടിക്ക് ഒഴിച്ചിട്ട് ചുട്ടിട്ടുണ്ടെങ്കിൽ വേഗം ദോശ ഈ ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒരു ദോശ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് അൽഹംദുലില്ലാഹ് ഈസി ആയിട്ട് നല്ലപോലെ കിട്ടിയിട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും തൂവിയിട്ടുണ്ട്. ഇതും എനിക്ക് രാജസ്ഥാൻ ട്രിപ്പ് പോയി കഴിഞ്ഞ് വന്ന ശേഷം കിട്ടിയ ശീലമാണ്. നമുക്ക് നെയ്യും തൈരും ഒക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സ്കിന്നിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇന്നുമോൾ രാവിലെ ബട്ടർ കോഫിയാണ് കുടിക്കുക. ഞാൻ സാധാരണ കോഫി. ബട്ടർ കോഫി കുടിക്കാനുള്ള ഒരു പവർ എനിക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഒന്നും കഴിക്കണ്ടേ? തൊണ്ട വേനിക്കണം. ഒന്നും കഴിക്കണ്ട. ഹോർലിക്സ് മുട്ടയൊക്കെ ഉണ്ട്, കഴിച്ചു പോയിക്കോ. ഞാൻ റാഗി ദോശ യോഗട്ടിൻ്റെ കൂടെയാണ് ചേർത്ത് കഴിക്കുന്നത് കേട്ടോ. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടേ നല്ല ചിലവാണ്. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഹെൽത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മുട്ടയും തൈരും പാലും ഒക്കെ കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തടി കൂടുമെന്നല്ല ചെയ്യാട്ടോ. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ്. അതൊക്കെ മിതമായ അളവിൽ കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ മിതമായ അളവിൽ മുട്ട, പിന്നെ റാഗി ദോശ, തൈര്, പാല് ഇതൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ തടി കുറക്കുന്നത്. ഇത് ഞങ്ങൾ ഈ ചായ കുടിച്ച് തീർന്നതിന് വരെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. പലരും ഗുലാബ് ജാമിൻ്റെ റെസിപ്പി പറയാറുണ്ട്. പക്ഷേ ഈ ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ കറക്റ്റായിരിക്കും. നമ്മൾ പാൽപ്പൊടി, അതിൽ കുറച്ച് മൈദ, പിന്നെ ബേക്കിംഗ് സോഡ ഇത് ഇട്ടിട്ട് നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ തരിച്ചെടുക്കണം. നമ്മൾ ശരിക്കും ഈ റെസിപ്പിയിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ല വൃത്തിക്ക് കിട്ടും. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഗുലാബ് ജാമുൻ കേട്ടോ. സാധാരണ ബ്രെഡ് വെച്ചിട്ട് വേറെ പലതും വെച്ചിട്ടൊക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു പാൽപ്പൊടി, മൈദ, ബേക്കിംഗ് സോഡ ഈ ഒരു കോംബോ വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു ഒറ്റ നൂൽപ്പരുവ് ആവാൻ ഇത് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒറ്റ നൂൽപ്പരുവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജാമുൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഷുഗർ സിറപ്പ് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര്, ഏലക്ക, പട്ട ഇതൊക്കെ ചേർക്കുന്നുണ്ട്. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ നമ്മൾ പഞ്ചസാര ഈ അഴുക്കുകൾ ഇങ്ങനെ വിട്ട് വരും. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഞാൻ ഈ ബട്ടർ ചേർത്തിട്ട് ഇത് പുട്ടുപൊടിക്ക് കുഴക്കുന്ന പോലെ കുഴക്കുക എന്നുള്ളത് എനിക്ക് രാജസ്ഥാനിലേക്ക് ട്രിപ്പ് പോയപ്പോൾ അവിടുത്തെ ഒരു ലേഡി എനിക്ക് പറഞ്ഞു തന്നതാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറ് ക്രീം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് ബട്ടർ ഇങ്ങനെ നമ്മൾ സ്മൂത്ത് ആവാൻ വേണ്ടി ചെയ്യാറാണ്. അപ്പോൾ ഞാനത് ഓപ്പോസിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഗുലാബ് ജാമുൻ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ബോളാക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ വെളിച്ചെണ്ണ ചേർക്കരുത്, അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ തന്നെ പൊരിച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഏകദേശം ചൂട് ആറുന്ന സമയത്ത് ഏകദേശം ലൈറ്റ് ചൂടുള്ള ഷുഗർ സിറപ്പിക്ക് ഈ ജാമുൻ ഇടുക. അതാണ് ഗുലാബ് ജാമുൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പാകം. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ബട്ടർ ചേർത്ത് കുഴച്ച കാരണം കൊണ്ട് ഇച്ചിരി ഒന്ന് ഹാർഡായി. പക്ഷേ നമ്മൾ ക്രീം തേച്ചിട്ട് കുഴച്ചിട്ട് ബട്ടർ ലാസ്റ്റ് ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലത്തെ അടിപൊളി ഗുലാബ് ജാമുൻ ആവും. ഇത് അത്യാവശ്യം നല്ല ഷുഗർ സിറപ്പ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും കഴിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നല്ലവണ്ണം കൺട്രോളിലാണ്. ഞാൻ ഗുലാബ് ജാമുൻ ഒന്നും കഴിക്കാൻ ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ നമ്മൾ താഴത്തെ കുട്ടികൾക്ക് ഗുലാബ് ജാമുൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൊമഗ്രാനേറ്റാ അവരത് കഴിച്ചാൽ അവർക്ക് സ്വീറ്റ് അനുഭവപ്പെടില്ല. കാരണം അവർ നല്ല മധുര കഴിക്കുന്നത്. ഇത് ഗുലാബ് ജാമുനാണ്. എന്നാൽ അത് മമ്മി കൊടുക്കുക. ഞാൻ നമുക്ക് അവർക്ക് കഴിക്കുന്നേ. അവരത് കഴിക്കുന്നില്ല.
ഞങ്ങൾ വീട്ടിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഉണ്ടാക്കിയതായിരുന്നു. ഇനി ഇവിടെ ഓനക്ക് സാധനം എടുത്തൊന്നോ പോയിട്ട് ഓടിക്കൊണ്ട് പോവാ. അമ്മക്ക് ഷുഗർ ഉണ്ടോ? ആ എന്നാ ബെസ്റ്റ്. എന്നാ ബാക്കി കുട്ടികൾക്ക് ഇറങ്ങി കൊടുത്തോളൂ, അതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെയായിരുന്നു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയ വിശേഷങ്ങൾ കേട്ടോ. ഇത് നമ്മളെ ഗുലാബ് ജാമുൻ കൊണ്ട് നമ്മൾ പട്ടാമ്പി വീട്ടിലേക്ക് പോയിരുന്നു. പട്ടാമ്പി വീട്ടിൽ നമ്മൾ 2 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഡെബിലോട്ട് ചാനൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നുമോൾക്ക് ചെറുതായിട്ടൊന്നല്ല, അത്യാവശ്യം ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അവൾ ഈ സ്റ്റീമർ ഉപയോഗിച്ചിട്ടൊന്ന് ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അടിപൊളി സ്റ്റീമറാണ് കേട്ടോ, നമ്മൾ ആധാറിൻ്റെ സ്റ്റീമറാണ്. അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിലേക്ക് വന്നു. കിച്ചണൊക്കെ ഞാൻ ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രം ഉണ്ടല്ലോ, ഇതിൻ്റെ പുതിയ ഐഫോൺ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. എനിക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ ചുമരുമ്പോൾ തൂക്കിടാൻ വേണ്ടിയിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇതൊരു പെയറായിട്ടാണ് ഇത് കിട്ടിയത് കേട്ടോ. 180 ആണോ അത് 280 ആണോ അങ്ങനെ എന്തോ ഒരു വിലയാണ് ഇതിന്, ഞാൻ ഓർക്കണില്ല. പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചുമരിക്ക് നമ്മൾ സാധാരണ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്ന സംഭവം പോലെ തന്നെ നേരെ ചുമരുമ്പോൾ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അമർത്തിയെടുക്കുക. പിന്നെ എന്തെന്ന് വെച്ചാലേ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും സാധനം ഫിറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം ഫ്ലോപ്പ് ആവും. പിന്നെ ഒരേ ഒരു ആശ്രയം നമ്മളെ ഇന്നുമോളാണ്. എനിക്കാണെങ്കിൽ ഒരു ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ശരി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇന്നുമോൾ വന്ന് ചെയ്താലേ ശരിയാവുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള കാരണം കൊണ്ട് ചെറിയ കാര്യത്തിന് പോലും ഞാൻ ഇന്നുമോളെ വിളിക്കും. ഇന്നുമോൾക്കൊക്കെ ഒരു ജോലി കിട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഞാൻ ആകെ വട്ടം തിരിയും. അപ്പോൾ ഇതാണ് നമ്മളെ ടിഷ്യൂ പേപ്പർ. ഇത് നമ്മൾ ഇങ്ങനെ 2 വാങ്ങിച്ച് 1 ഫ്രീ, അങ്ങനെ 3 റോൾ ഉണ്ടായിരുന്നു നമ്മളെ കയ്യിൽ. നമ്മൾ ജാംജുമിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് പാത്രങ്ങളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ, പിന്നെ നമ്മൾ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ തുടക്കാൻ ഒരു പരിഷ്കാരത്തിന് ഒരു ആവശ്യമൊന്നുമില്ല, ഒരു തുണി ഉണ്ടായാൽ മതി. പക്ഷേ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തുടക്കണത് എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം വേഗം വെള്ളമൊക്കെ പോരും. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഞാൻ പട്ടാമ്പിയത്തെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പട്ടാമ്പിയത്തെ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസമായി. അപ്പോൾ അവിടുന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ഷുഗർ കട്ടും ഇതൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കേക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിരുന്നു. പക്ഷെ ഇവിടെ എത്തിയ അന്ന് മുതലാണ് ഞാൻ തീരുമാനിച്ചത് ഷുഗർ കട്ട് എന്ന്. ഈ കേക്കിൻ്റെ മണക്കൊണ്ട് കേൾക്കുമ്പോണ്ടല്ലോ കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ നമുക്ക് കൺട്രോൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ആയുസ് നമുക്ക് ഉണ്ടാവില്ല. അത് വിചാരിച്ചുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുകയാണ്. ഞാൻ ഇന്നുമോളെ ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഇന്നുമോളുടെ കോളേജിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി ഇൻ്റർവ്യൂവിന്, അതായത് നാളെ 10 മണിക്കാണ് കൊച്ചിയിലാണ് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3:50 അങ്ങാടിപ്പുറത്തുനിന്ന് കൊച്ചിക്കുള്ള എറണാകുളത്തേക്കുള്ള ട്രെയിന്. അപ്പോൾ ഓളും ഫ്രണ്ട്സും എല്ലാവരും വീട്ടിൽ നിന്ന് എല്ലാവരും ഇപ്പോഴായിരിക്കും ഇല്ലെന്നോ ഇപ്പോഴല്ല എല്ലാം തീരുമാനിച്ചേ. എല്ലാവരും ഇപ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഷടപടയെന്ന് ഒരുക്കിയിട്ട് വേഗം ഇന്നുമോളെ ഇൻ്റർവ്യൂവിന് പറഞ്ഞേക്കട്ടെ. അല്ലാണ്ട് വീട്ടിൽ ഇരുത്തിട്ട് കാര്യമില്ല. വീട്ടിൽ ഇരിക്കുന്തോറും ഇന്നുമോൾക്ക് മടിയും തടിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്നുമോൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഷർട്ട്. ഇത് അന്ന് അങ്ങോട്ട് മടക്കി എടുത്തതല്ലേ എന്നോ? അല്ല ജയ്, നാടോട്ട് പോകാൻ ഇന്റർവ്യൂ ഒക്കെ പാസ്പോർട്ട് വിസ എല്ലാം എടുക്കുന്നുണ്ട്. എല്ലായിടത്തും പോവോ? ഒരുക്കം കണ്ടിട്ട് നാടോട്ട് പോകാനൊരു ഒരുക്കം പോലെ തോന്നുന്നുണ്ട്. നല്ല ജോലിയും കിട്ടിയാൽ നാടോട്ട് പോകും. ബടി നാടോട്ട് പോയാൽ വേണ്ട, കായ് അയച്ചാൽ മതി. നാടോട്ട് പോകാറുണ്ട് ആൾക്കാരുമായി ബന്ധമില്ലാതാവുക. അയ്യടി കാശ് വല്ല ബന്ധം ഉണ്ടായിക്കോട്ടെ. ഇതൊക്കെ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ദൈവമേ. നമ്മളങ്ങനെ ഇനിമോൾ കൊച്ചിക്ക് പോണത് പ്രമാണിച്ച് നമ്മൾ നല്ല അൽഫാമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുന്ന കാരണം കൊണ്ട് അൽഫാം ഹെൽത്തി ഫുഡാണല്ലോ. അങ്ങനെ എന്തായാലും അവള് ബീഫൊക്കെ കഴുകിയിട്ടുണ്ടാക്കാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അൽഫാം വാങ്ങിക്കാൻ പറഞ്ഞു. അതിന് അൽഫാം ഉണ്ട്. ഇനി ഞാനുണ്ട് അവള് മൂക്ക് മുട്ട അൽഫാം കഴിക്കട്ടെ കേട്ടോ. മൂക്ക് മുട്ട കഴിക്കാണെന്നല്ലോ ഓരോരുത്തർക്ക് ഓരോ പീസ് ഇതാ പഠിച്ചോ. ഇനി വേണ്ടേ എൻ്റെ പോയി വെച്ച് നീ ഉണ്ടാക്കണം. നമ്മൾ ഡയറ്റ് പ്രമാണിച്ചിട്ടേ ഇതാ ഈ ഡിപ്പൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം. മയോണൈസൊന്നുമില്ല. സായിക്കുട്ടിക്ക് ഓൺലി, അതൊക്കെ സായിക്കുട്ടിക്ക്. നമുക്ക് ഓൺലി പോയി അൽഫാം പോയി. അങ്ങനെ ഗോയ്സ് വേറെ വേറെ പീസുകളാണ്. ഓ മതിയോ? കുറേ യാത്രയാണ്.
ഓള് നല്ലൊരു മുതുക്ക പീസ് എടുത്തിട്ടേ ഓൾക്ക് ആ പീസ് മതി അത്രേ ഏതാ പോളെ വർത്താന വിശക്കുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് പിന്നെ വിശപ്പല്ലല്ലോ. ഞാൻ കൊച്ചിക്കൊക്കെ എത്തിപ്പെടുന്നു. ഇച്ചി നടത്തിട്ടല്ല പോണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു എല്ലൊക്കെ ഉള്ള പീസുകളെ കിട്ടിക്കുന്നു. ഇതെന്ത് പീസാണ് കണ്ടോ? എടി ഇന്റെ ചെക്കനക്കൊന്നുമില്ലേ? അതാ ചെക്കനക്ക് ഒരു പീസ് ഉണ്ട്. ആ ചെക്കൻ എടുക്കട്ടെ. അങ്ങനെ അവസാനം ഒരുങ്ങി കെട്ടി നമ്മൾ ഇന്റർവ്യൂവിന് പോവുകയാണ്. പക്ഷെ ഇന്റർവ്യൂവിന് പോയിട്ട് വല്ലതും നടക്കോടേ? അല്ല, പ്രാർത്ഥിച്ചിട്ട് പോകും. എല്ലാം നന്നായിട്ട് വരട്ടെ. കിട്ടിയില്ലെങ്കിലും വീഡിയോ അല്ല ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ല ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ഇന്റർവ്യൂവിന് പോയിട്ട് സായിക്കുട്ടി സ്കൂൾ വിട്ട് വന്നത് നല്ല പനിയും ചുമയും കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഓനെ ഡോക്ടറെ കാണിച്ചു, ഗുളികയൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇന്നുമോള് വരും. ഇപ്പോൾ സായിക്കുട്ടിക്ക് ഏകദേശം ഓക്കെ ആയിട്ടുണ്ടല്ലേ? ഓക്കെ ആയില്ലടാ? കുറേയൊക്കെ ഓക്കെ ഇല്ലേ? ആവി പിടിച്ചാലോ? എന്നാൽ കുറച്ച് ആവി പിടിക്കാം. വിക്സൊക്കെ തേച്ച് ആവി പിടിക്കാം. സായിക്കുട്ടി 2 ദിവസമായിട്ട് സ്കൂളിലേക്കും പോയിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ആകാരൻ്റെ സ്റ്റീമറാണ് കേട്ടോ. ഇതിൽ വെള്ളം നിറച്ചിട്ട് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട്. വെക്കുക. യെസ്, ഇനി വെക്കുക. ഇനി നമുക്കിത് സായിക്കുട്ടിനെ ആവി പിടിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ശൈലത്താക്കും അളിയനിക്കും പിന്നെ യാമിക്കുട്ടിക്കും ഒക്കെ ഒരു പനി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം അവരെ പനി ഇങ്ങനെ കഴിഞ്ഞു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനും ഇനിയിപ്പോൾ പനി കൊടുന്നിക്കണം. ഇനിയിപ്പോൾ എന്താവുന്നാവും, ഇതൊക്കെ പാടും കൂടി പടർന്ന് വന്നിരിക്കുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇനിമോൾക്കും ചെറിയൊരു ചുമ ഉണ്ടായതുകൊണ്ട് പോകണം എനിക്ക്. ഇപ്പോൾ വരുമ്പോൾ ഓള് അത് കൂട്ടിയിട്ടാണ് വരിക കുറച്ചിട്ടാണ് വരിക എന്നറിയില്ല. ഞാനിപ്പോൾ ഈ രാജസ്ഥാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്ന ശേഷം ആകെ ആ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ചേർന്നിട്ട് വരണുള്ളൂ. അപ്പത്തേക്ക് ഇനി ഇവന്മാരൊക്കെ എനിക്ക് പനി തന്നിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും. എന്താണെന്നറിയില്ല. എന്തായാലും പനിയൊന്നും വരാതിരിക്കട്ടെ. നല്ലോണം ആവി കൊണ്ട് അവിടെ കളിക്കല്ല. ഓനക്കേ സ്കൂളുണ്ടായിരുന്നു ഇന്ന്. സ്കൂൾ ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണാനില്ല. അപ്പം പിന്നെ ഒരു ആവി പിടിക്കാന്നൊക്കെ വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിലും ഒരു കുട്ടികൾക്കും വലിയ പനിയും ചുമയും ജലദോഷമൊന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ ഒരു കഥ. ഹലോ ഗായ്സ്, അങ്ങനെ കൊച്ചിയിലേക്ക് പോയ എന്തോ അച്ചി കണ്ടവർ കൊച്ചി കണ്ടത് കൊച്ചി കണ്ടവർക്ക് അച്ചി കണ്ടത് സംതിങ് എന്തോ ഒരു ചൊല്ലില്ലേ എന്ന പോലെ ഇന്റർവ്യൂവിന് പോയിട്ട് വെറും കൈ എടുക്കണം. നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളെ പഴം മേടിച്ചുകൊണ്ടിരാൻ പറ്റും. അതെ അതെ ഫണ്ണി. നമ്മളെ ഇന്നുമോള് ഇന്നത്തെ 2 ദിവസത്തിന് വേണ്ടി പോയതായിരുന്നു. പക്ഷെ ഒരു ദിവസത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. 2ാമത്തെ ദിവസം നിൽക്കണ്ട, പോരം കെട്ടുന്നത് പൈസ ചെലവാണ്, ഒന്നും കിട്ടണില്ല. പിന്നെ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, പോന്നൂടെ. അങ്ങനെ ഇന്നുമോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ആയിക്കോട്ടെ, എന്നാൽ വീട്ടിലേക്ക് കയറിക്കോളൂ. ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ എങ്ങനെയാ ഏതാ ഇതിന്റെ ഇടത്തെ കാലല്ലേ? ആ സ്റ്റെപ്പുമ്പക്കല്ല മറ്റേ കാലം വലത്തെ കാലം വെച്ചേക്ക്. ആ വലത്തെ കാലം വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറിക്കോളൂ. എല്ലാരും പേർക്കും എന്നെ കൊണ്ട് ഇവിടെ ഞാൻ വലിയ പണിയാണ്. നീ അലക്കിയത് മോളി കൊണ്ടേ വിരിച്ചിരുന്നിട്ടതാണ് അവിടെ പണി. ഇതുവരായിട്ട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. അതായത് എല്ലാരും ആ നല്ല കുട്ടിയാണ് പഴയ കുട്ടിയാണൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്രാവശ്യം നെസ്റ്റോക്ക് പോയ സമയത്ത് സാധനം മേടിക്കാൻ വേണ്ടി പോയി. അപ്പൊ സബ്സ്ക്രൈബറിനെ കണ്ടു. അവര് വർത്താനം പറഞ്ഞു. പിന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു. അപ്പൊ അവരോട് തമാശക്ക് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ടുള്ള ചോദിച്ചതിന് പ്രശ്നമൊന്നുമല്ല, പക്ഷെ ആദ്യനോട് ചോദിക്കണം. അതായത് വീഡിയോ ഒക്കെ മാത്രമേ ചെയ്യണോ, ശരിക്കും ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു അല്ല ശരിക്കും ചെയ്യാറുണ്ട് പറഞ്ഞു. ജോലിയൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും കൂടി സഹകരിച്ചു. അതായത് നമ്മക്ക് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കുറച്ചൊക്കെ ഏറെക്കുറെ. അതിന് മാത്രം പണിയൊന്നും ഇവിടെ ഇല്ല. അതാണ് കാര്യം. കുടിക്കാനേ കാര്യമുള്ളൂ. ഇപ്പൊ അതില്ല. അതാണ് എന്റെ പണി കുറച്ച് കുറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ഉള്ളിൽ കയറട്ടെ. വന്ന കാലം നിൽക്കാതെ ഉള്ളിൽ കയറി ഇരിക്കും മകളെ എന്നല്ല പറയണ്ടേ. എന്തിനി നല്ല വീടല്ലേ കയറിക്കൂട്. വീഡിയോക്കെങ്കിലും പറഞ്ഞൂടെ? അങ്ങനെ ഇന്നുമ്പോൾ വന്നിട്ട് ഇനി ഉറങ്ങണത്രേ. അപ്പൊ ഉറങ്ങണതിന്റെ മുമ്പ് നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. എങ്ങനെ ഈ വല്ല പനി ജലദോഷം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി കുറച്ചൊന്നും കിട്ടുന്നത്. കാരണം ഇപ്പൊ ഒരു പനിക്കില്ല ആ ഒരു സാവകാശം എനിക്കില്ല. എനിക്ക് വയ്യ. പനി ജലദോഷം അങ്ങനെ വന്നതല്ല, എനിക്ക് നീരിറങ്ങിയിട്ട് വന്നതാണ്. അതിന് കണ്ടാൽ എനിക്കും
എന്തായാലും പഠിച്ചോൻ എന്നെ കാക്കട്ടെ റബ്ബേ. കാരണം എനിക്ക് പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബം മൊത്തം തകരാറിലാവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും അപ്പോൾ ഇന്നുമോളുടെ ഇൻ്റർവ്യൂവിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്നുമോളുടെ ചാനലുണ്ടാവും അല്ലേ? ചാനലുണ്ടാവില്ലേ? ഇന്നുമോളുടെ വിശേഷങ്ങൾ, ഇന്നുമോൾ ഇൻ്റർവ്യൂവിന് പോയതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ചാനലുണ്ടാവും. നമ്മുടെ ചാനലിൽ ഇനി വേറെ നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ തന്നെ വീണ്ടും വരും. പനിയൊന്നും പിടിച്ചിട്ടില്ല. പനി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പനി വ്ളോഗ് ഇടും. അല്ലെങ്കിൽ ഞാൻ നല്ല ഉഷാറായിട്ട് വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണേ അടിപൊളി പോവാൻ നടന്ന് അടിപൊളി വ്ളോഗ് ഇടും. ഇത് വന്നു. അപ്പോൾ നമുക്ക് അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടനെ കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.